വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വ്ളോഗ് ഇടുന്നത്. ഈ ഒരു വ്ളോഗിലെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഓണത്തിന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഞാൻ എൻ്റെ നോസ് പിയേഴ്സ് ചെയ്തതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ ഫസ്റ്റായിട്ട് പോകുന്നത് ഓണം ഷോപ്പിങ്ങിനാണ്. ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. കുറച്ച് സാരിയൊക്കെ പർച്ചേസ് ചെയ്യാനാണ്. സോ ഞങ്ങൾ എപ്പോഴും ഓണമായാൽ ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനത്തെ സെറ്റ് സാരിയൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ബാലരാമപുരത്താണ്. ട്രിവാൻഡ്രത്തുള്ള മിക്കവരും ഇവിടെ തന്നെ ആവും പോവാറ്. ദി കേരള എന്ന് പറഞ്ഞ ഒരു ഹാൻഡ്ലൂം ഷോപ്പിലാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പോവാറ്. ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഇങ്ങനത്തെ സെറ്റ് സാരീസ്, കൈത്തറീസ് എല്ലാം വിൽക്കുന്ന കുറേ ഷോപ്സ് ഉണ്ട്. ആ ഒരു ഏരിയ ഫുൾ ഇങ്ങനത്തെ ഷോപ്സാണ്. ഞങ്ങൾ എപ്പോഴും ഈ ഒരു ഷോപ്പിലാണ് പോവാറ്, ദി കേരള ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഞങ്ങൾ ചെന്നത് കുറച്ച് നേരത്തെ ഉണ്ട്. ഓണത്തിൻ്റെ ഇതൊന്നും വന്നിട്ടില്ല, കളക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. സോ നെക്സ്റ്റ് വീക്ക് ആകും എന്നാണ് അവരപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പർച്ചേസ് ചെയ്ത് നെക്സ്റ്റ് ഡേ ആയി. ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റും ഞാൻ നോസ് പിയേഴ്സ് ചെയ്യാൻ പോവാണ്. ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്നേക്കാൾ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടുള്ളത് അമ്മയായിരിക്കും എന്ന് തോന്നുന്നു. അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ടെൻഷനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടെൻഷനായിരുന്നു. പിന്നെ അമ്മയെ ടെൻഷൻ അടുപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് വെളിയിൽ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതാ ഫസ്റ്റ് നമ്മൾ ഭീമയിലെത്തി. അപ്പോൾ അവർ എന്തോ മരവിപ്പിക്കാൻ വേണ്ടി ഒരു സ്പ്രേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടായിരിക്കും പിയേഴ്സ് ചെയ്യുന്നത്. സോ അതൊക്കെ കഴിഞ്ഞു. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാൻ നോസ്പിനൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഇതാ ഞാൻ കുത്താൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് കുത്തി കഴിഞ്ഞാൽ മതിയെന്നായിരുന്നു. അത് ഒരുപാട് വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഒരു നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ നോസ് പിന്നൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തു. അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അച്ഛനെ വിളിക്കണമെന്ന്. അമ്മയാണ് എൻ്റെ കൂടെ വന്നത്. സോ അമ്മയ്ക്ക് എന്നേക്കാൾ ടെൻഷനാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. എനിക്കാണെങ്കിൽ ഹാർട്ട് ബീറ്റൊക്കെ കൂടി 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 വരികയാണ്. അങ്ങനെ അവസാനം അത് കുത്തി. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു തുള്ളി വേദന എടുത്തിട്ടില്ല. സംഭവം അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് പിയേഴ്സ് ചെയ്ത് പോകുമ്പോൾ മാത്രം ഒരു ചെറിയ വേദന ഉണ്ട്. പിന്നെ അത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വരും. അല്ലാണ്ട് പെയിനായിട്ട് എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല. അപ്പം അമ്മ ചോദിക്കുകയാണ് ഇങ്ങനെ പെയിൻ ഉണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഞാൻ ഒട്ടുമേ അറിഞ്ഞില്ല. ആ ചെയ്തു തന്ന അങ്കിളും അതുപോലെ എക്സ്പേർട്ടായിരുന്നു, അതുകൊണ്ടും ആയിരിക്കാം എനിക്കപ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് ചെയ്തു തന്നു. സോ ദാ ഞാൻ കുത്തിയിട്ടുള്ള ഷോ ഓഫാണ് ഈ കാണിക്കുന്നത്. ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അമ്മ എനിക്കതൊക്കെ തരുമായിരുന്നു. ഇത് കുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ ഡേ ഒരു 1 or 2 hours ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് പെയിൻ ഇങ്ങനെ വരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ആ മരവിപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് പെയിൻ ഇങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു നൈറ്റൊക്കെ ആയപ്പോഴത്തേക്കും, ഞാനിത് ഉച്ചയ്ക്കാണ് ചെയ്തത്, നൈറ്റൊക്കെ ആയപ്പോഴേക്കും നല്ല പെയിൻ ഉണ്ടായിരുന്നു. അവരൊരു ഓയിൻമെൻറ്റ് പോലെ ഒരെണ്ണം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ അതും കൂടെ ഞാൻ ഇടയ്ക്കിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പഴുക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ അതെല്ലാം കഴിഞ്ഞു. അപ്പം ഇതാണ് എൻ്റെ നോസ് പിയേഴ്സ് ചെയ്തതിൻ്റെ ഒരു സ്റ്റോറി. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ.